നല്ല സിനിമകൾ എന്നൊക്കെ പറയാൻ വിശേഷിപ്പിക്കാവുന്ന സിനിമകളിലെ കൂട്ടത്തിൽ ശ്രീനിവാസന്റെ ഒരുപാട് ചിത്രങ്ങളുണ്ട്. എടാ വിജയ, എന്താടാ ദാസ, രണ്ടറിവിന്റെ ഡ്രസ് കരുതണം. സുഹൃത്തല്ല ശ്രീനിവാസൻ, അതിലും വലിയ ബന്ധമായിരുന്നു ഞങ്ങൾ. എഴുന്നേക്കടാ കൂട്ടുകാരാ, നമുക്ക് ഊണ് കഴിക്കണ്ടേ? ഇത് വേണം. വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് 3 മാസമായി. ഗൾഫ് മോട്ടോഴ്സ്. ഞാൻ ചെറിയൊരു പ്രശ്നത്തിലായിരുന്നു. എനിക്കിവിടെ മറ്റു പരിചയക്കാരുമില്ല. വിജയ, നീ ഇതുപോലെ വല്ല പണിയും നോക്ക്. ഈ പണിയാ? ഞാനാ? എന്താ? അതിന് അവിടെ നിന്ന് ഇവിടെ വരെ വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അല്ല, അവിടെ ചെന്ന ഉടനെ എന്നെ വിവരം അറിയിക്കണം. സംശയമുണ്ടോ? സാധനം കയ്യിലുണ്ട്, സാധനം കയ്യിലുണ്ട്, സാധനം കയ്യിലുണ്ട്. കാലിഫോർണിയയിലേക്ക് ചരക്ക് കയറ്റാൻ പോണ ഒരുവാണ്. എവിടേക്ക്? കാലിഫോർണിയയിലേക്ക്. സിൻസിയറായിട്ടുള്ള ഒരു സുഹൃത്ത് ഇത്തരം സന്ദർഭങ്ങളിൽ വേണല്ലോ ഒരാളെ ആശ്വസിപ്പിക്കാൻ. സാധനം ഇങ്ങോട്ടല്ല സാഹിബേ, ഇത് ഞങ്ങളുടെ CID കോടാ. എന്നെ കരിവാരിത്തേക്കാൻ പുതുതായി ഉണ്ടാക്കിയ സീനാണോ ഇത്? അങ്ങനെയാണെങ്കിൽ മുഴുവൻ കഥ അറിഞ്ഞിട്ട് ബാക്കി അഭിനയിക്കാം. കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ്. ഗ്ലാസ് മാറ്റിയാൽ സാർ ഞെട്ടിപ്പോ. മിസ്റ്റർ ബാലഗോപാലൻ, ഞാൻ തുറന്നു പറയുക, എടോ വേറെ ഉടുക്കാനൊന്നുമില്ലടോ. മാത്രമല്ല അടിയിൽ ഞാനൊന്നും ഇട്ടിട്ടില്ല. How many kilometers from Washington DC to Miami Beach? കഷ്ടകാലത്തിന് എന്റെ ഡ്രൈവർ ഡ്രൈവിംഗ് പഠിച്ചത് അമേരിക്കന്നാ. അവിടെ സൈഡ് കൊടുക്കത്തില്ലെന്ന്. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. മനസാക്ഷിയില്ലാത്തവനെ, ദ്രോഹി. എന്റെ കയ്യും കാലം അവന്മാർ അടിച്ചു പിടിക്കുന്നവനെ കാണാനല്ലടാ. എത്രയാ ടൈം? ടൈം is 10:30 സാർ. സോറി, എന്റെ വാച്ച് 3 മിനിറ്റ് ഫാസ്റ്റ് ആണ്. സാറിന്റെ എത്ര? സാറിനെ കാണാമെന്ന ഞാൻ CP നായർ, പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ? അതെ, അറിയാം. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ശംഭു. എനിക്ക് ഓർമ്മയില്ല. എപ്പോഴോ കുറെ ഐസ് മുട്ടായി വാങ്ങിച്ചു തന്നൊന്നും പറഞ്ഞിട്ട് അതിന്റെ നന്ദി കാണിക്കാൻ വേണ്ടി നിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച എന്റെ ഇപ്പോഴത്തെ സ്ഥിതി ആലോചിച്ചിട്ട് എനിക്ക് വിഷമമില്ല. കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമെന്നൊരു ശാസ്ത്രമുണ്ടേ. അങ്ങനെയല്ല, കാര്യം കാണാൻ കഴുത കാലം പിടിക്കണമെന്ന്. എന്തോ ഈ കമ്പനി 6 മാസം പൊളിഞ്ഞ് നോറോടെ കല്ല് പറിക്കും. നല്ല കവള്. എന്റെ കാര്യം തന്നെ ഇവിടെ ഇങ്ങനെ തട്ടിമുട്ടി പോകുന്നേ ഉള്ളൂ. എന്തെങ്കിലും ഒരു ജോലി. എന്ത് ജോലി? ഞാനിവിടെ വെറുതെ വിടില്ല. പിന്നെ ഞാൻ നിന്നെ ഇവിടെ വന്ന് കണ്ടോളാം. നീ വീട്ടിലേക്ക് എന്നെ അന്വേഷിച്ച് വരരുത്. ഇന്നലത്തെ പരിചയപ്പെടാൻ പൂർണ്ണമായില്ല എന്നൊരു തോന്നൽ. എന്റെ ഡ്രൈവർ എന്റെ പേര് വിളിക്കും. നമ്മളൊക്കെ ഒന്നിച്ച് പഠിച്ചിട്ടില്ല എന്ന് വെച്ചാൽ അപ്പനെ കയറി കളയാന്ന് വിളിക്കും. ഉദാഹരണത്തിന് ഇപ്പോ ദൂരെങ്ങും പോകണ്ടല്ലോ, ഞാനുണ്ടല്ലോ. എന്റെ ബസ് കണ്ടില്ലേ, നല്ല കണ്ടീഷനിലാണ്. ഇത് ഇവളുടെ ഭർത്താവോ? എന്താണോ വെട്ടിച്ചിരിക്കുന്നത്? 79899 കിട്ടാതെ സാഗർ കോട്ടപ്പുറം മടങ്ങി വല്ല. നീ വരണം കേട്ടോ. വരാം, തീർച്ചയായും വരാം. പോട്ടെ. ശ്രീനിവാസനെ പോലൊരു റൈറ്റർ എൻ്റെ ആദ്യകാലത്ത് എൻ്റെ കൂടെ കിട്ടിയത് തന്നെയാണ് ഇപ്പോഴും എൻ്റെ ഏറ്റവും വലിയ ശക്തി. കാര്യം ആ എഴുതുന്ന സ്ക്രിപ്റ്റുകൾ മാത്രമല്ല, ശ്രീനിവാസനായിട്ടുള്ള ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്ന കാലമാണ്. ആ കാലത്ത് ഞാൻ പഠിക്കുന്ന കുറേ കാര്യം, അത് ഞാൻ ഒറ്റയ്ക്ക് തിരക്കഥ എഴുതാനെങ്കിൽ, ഞാൻ വേറൊരാളായിട്ട് തിരക്കഥ വർക്ക് ചെയ്യാനെങ്കിൽ, അതെല്ലാം ഇത് നമ്മളെ ഗുണം ചെയ്യും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ശ്രീനിവാസൻ എന്ന സുഹൃത്തില്ലെങ്കിൽ, ശ്രീനിവാസൻ എന്ന റൈറ്ററില്ലെങ്കിൽ ഞാൻ ഇന്നത്തെ ഒരു രീതിയിലുള്ള അത്രയും കൂടുതൽ നല്ല സിനിമകൾ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു. ശ്രീനിവാസൻ എൻ്റെ സിനിമാ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് എൻ്റെ സിനിമയുടെ ദിശ ഞാൻ തിരിച്ചറിഞ്ഞത്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ദൈവമില്ല, അമ്പലമില്ല എന്നൊക്കെ വിളിച്ചു പോകും. എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പോയിച്ച് ദൈവത്തെ തൊഴാൻ പോകും. എത്രയോ കോടി ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവുള്ള ഈ ഭൂമിയിൽ എനിക്കൊരു സെന്റ് ഭൂമിയില്ല രാമു. മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുപോവാ.
ശ്രീനിവാസനും കൂടി ഉണ്ടാകുമ്പോഴാണ് ഞാൻ പൂർണ്ണനാകുന്നത്. ആദ്യം ബസറക്കാൻ ശ്രമിക്കും. ഒരു ഉദ്യോഗസ്ഥനായിട്ടല്ല, ഒരു സുഹൃത്തായിട്ടാണ് ഞാൻ പറയുന്നത്. പരമ്പരാഗതമായിട്ട് ഐശ്വര്യമില്ലാത്ത തട്ടന്മാരായിരുന്നു. നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. എനിക്കിന്നലെ സൗജന്യമായിട്ട് കുറച്ച് തല്ല് കിട്ടി. ഭരണിയില്ല. എല്ലാരും എന്നോട് ക്ഷമിക്കണം. വേഷം മാറി നടക്കുന്ന ഒരു CID ആണ്. ഒന്ന് നീ ഓർക്കണം, ഞാനും ഒരു CID ആണ്. തെങ്കാശി പേര് മാരിമുത്തു. ഹലോ, സഹദേവനാണ്. ആരാ? ശ്രീനി ഇല്ലെങ്കിൽ എൻ്റെ തന്നെ ഒരു പാർട്ടി ഇല്ലാതാവുന്നു എന്നുള്ളതാണ്. ഞാൻ അധികവും അണ്ടർഗ്രൗണ്ടിലായിരിക്കും, ഒളിവിൽ. എന്റെ ജീവന്റെ ജീവനായ VK നരേന്ദ്രേട്ടന്റെ പോരാടോടാ. സ്വന്തം നാട്ടിൽ കൃഷിപ്പണി ചെയ്യില്ല, അന്യനാട്ടിൽ പോയി കണ്ടവന്റെ കക്കൂസ് കഴിയും. നീ ചെല്ല് പ്രകാശ. ഞാൻ കാതുകുത്തുന്ന ഇഷ്ടമില്ലെങ്കിൽ അവരത് പറഞ്ഞാൽ മതിയായിരുന്നു. പരിചയഭാവം കാണിക്കാൻ പറ്റിയ ഒരു ചുറ്റുപാടിലല്ലോ നിന്നെ ഞാൻ കണ്ടത്. ഞാൻ ആരാണ് എന്ന് ബോധ്യപ്പെടുത്തി തന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളാണ് ശ്രീ സത്യനന്ദികൾ. പ്രിയപ്പെട്ട മമ്മൂട്ടി ചേട്ടന് ശ്രീനിവാസൻ ചേട്ടൻ്റെ ഒരു പണ്ടത്തെ ഇന്റർവ്യൂവില് ശ്രീനിവാസൻ ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്. മമ്മൂക്കേനെ ഇടയ്ക്ക് കാണാൻ പോകും. അപ്പോൾ കാണാൻ പോയിട്ട് തിരിച്ച് മടങ്ങി വരുന്നു, കുറച്ച് പൈസ ഒക്കെ മേടിച്ചോണ്ടൊക്കെ വരും എന്നേ. പൈസ ഇരിക്കാൻ പുള്ളി അതില്ല. ആ ഇത് മേളെ നമ്മുടെ സിനിമയിൽ അഭിനയിച്ചിട്ട് 500 രൂപ ചെക്ക് ഇടുന്ന പുള്ളിയാണ്. ഉരുളക്കുട്ടേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്. സിനിമയിൽ അഭിനയിച്ചൊരു പ്രതിഫലമായിട്ട് 500 രൂപയുടെ ഒരു ചെക്ക് ശ്രീനിവാസൻ. തന്റെ ഉപദേശത്തിന്റെ അവസാനത്തെ ദിവസമാണ്. കുഴപ്പമില്ല, കുത്തുകയെ കൊല്ലുകയെ എന്ത് വേണം ചെയ്തോ. അദ്ദേഹം ഹ്യൂമൻ സെന്റിമെന്റ്സിന് ഇവിടെ ഒരു വിലയില്ലേ? വാട്ട് ഈസ് ദിസ് അശ്വതി? അവളല്ല, ഞാനാ പറയുന്നത്. ഇറങ്ങിപ്പോവാൻ. ഞാൻ ഉദ്ദേശിച്ചത് ഒരു സിനിമാ ഭ്രാന്തനാണ് എന്നാണ്. നമ്മൾ ഒന്നിച്ച് പഠിച്ചതും ഒന്നിച്ച് കളിച്ചു നടന്നതും. എന്തായാലും നിന്നെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. എങ്ങനെ നീ ഇവിടെ എത്തി? കുറ്റം സമ്മതിക്കാൻ തന്നെ ആരാ പ്രേരിപ്പിച്ചത്? എന്താ തന്റെ ഉദ്ദേശം? സിനിമാ നടന്മാർ അഹങ്കാരികളാണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇത്രയും വിചാരിച്ചില്ല. കാണണമെങ്കിൽ പ്രൊഡ്യൂസറോട് അങ്ങോട്ട് ചെയ്യല്ല. തനിക്ക് പേടിയല്ലേ? ഈ കൊത്തറ കൊള്ളയിൽ എന്തിനാ വിളിച്ചത്? ആരെ വിളിച്ചു? എങ്ങനെയോ മണം പറഞ്ഞു മരുന്ന് കയറി വന്നതാണ്. തന്നെ പോലുള്ള പ്രാസംഗികരാണ് ഈ നാട്ടിന്റെ ഏറ്റവും വലിയ ശാപം. പക്ഷെ മനസ്സുകൊണ്ട് ഞാൻ മനസ്സ് തന്റെ ഇല്ലാത്തൊരുത്തിന്റെ മനസ്സ് ആർക്ക് വേണോ? പ്രവർത്തിക്കാൻ പറ്റുമോ? ഇല്ല. അതായത് സുപ്രസിദ്ധ നടി സുപ്രിയയുടെ കുപ്രസിദ്ധ പ്രണയ ചേഷ്ട. അല്ല, ജോലി ചെയ്താൽ മാത്രം മതി, ശമ്പളമൊന്നും വേണ്ടേ? 1 മാസം തയ്യാറാവുന്നതല്ലേ ഉള്ളൂ, അത് പ്രശ്നമാക്കണ്ട. സൂക്ഷിച്ചു നോക്കിയേ. എന്തോന്ന് ഈ മുഖം വല്ലപടിയുണ്ടോ? മമ്മൂക്കൊക്കെ ഡബ് ചെയ്ത ഒരേ ഒരു നടൻ എനിക്ക് തോന്നുന്നു ശ്രീനേട്ടനുമാണ്. വെറും കൈയും വീശിയാണോ ഇങ്ങോട്ട് പോകുന്നത്? എനി പ്രസന്റേഷൻ? ഐ ആം സോറി. ഞങ്ങളുടെ കുടുംബത്തിന്റെ പാരമ്പര്യത്തിനും അന്തസ്സിനും ഒന്ന് ചേട്ടാ, അന്തസ്സും പാരമ്പര്യവും ഞാൻ സൗകര്യം പോലെ ഒരു ദിവസം വന്ന് കേട്ടോ. ഇപ്പൊ ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ. മമ്മൂട്ടി എന്ന നടനെ പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിച്ചു. തുടരെ കുറേ ചിത്രങ്ങൾ കൂടി നമ്മൾ മേളയിൽ ചാൻസ് വാങ്ങിച്ചു കൊടുത്ത ആളെന്ന നിലയിൽ മമ്മൂട്ടി എന്നോട് പ്രത്യേകം അവധിയും കാണിക്കാൻ പറ്റും.